ഹെറ്ററോപാറ്റേണൽ സൂപ്പർഫിക്കൻഡീഷൻ. അതെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. ആ ഒരു ഗർഭാവസ്ഥ വെച്ചിട്ട് ഒരു സിനിമ എന്നെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ മോട്ടിവേഷനാണത്. ഒന്നാമത്തെ മോട്ടിവേഷൻ വിക്കി കൗശലാണ്. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുരം. ബാഡ് ന്യൂസ് എന്നാണ് സിനിമയുടെ പേര്. ഹിന്ദി സിനിമയാണ്. വിക്കി കൗശൽ, തൃപ്തി ദിമ്രി, അമ്മി വിർക്ക് തുടങ്ങിയവരാണ് ഈ സിനിമത്തെ പ്രധാന കഥാപാത്രങ്ങൾ. ഇതിന്റെ ഒരു പ്രിമൈസ് ഞാൻ പറയാം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഒരു സ്ത്രീ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡിൽ ഏർപ്പെടുന്നു. ഒരാളുടെ ഒപ്പമല്ല, രണ്ടുപേരുടെ ഒപ്പം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഗർഭിണിയാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ കുട്ടിയുടെ അച്ഛൻ ആരാന്ന് അവർക്ക് അറിയണം. അങ്ങനെ അവർ പെറ്റേണിറ്റി ടെസ്റ്റ് നടത്താണ്, പിതൃത്വം അറിയാനുള്ള ടെസ്റ്റ്. ഈ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോഴാണ് പടത്തിലെ ട്വിസ്റ്റ് വരുന്നത്. അതായത് അവർക്ക് ഉണ്ടാവാൻ പോണത് ഇരട്ട കുട്ടികളാണ്. ഈ ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരാളല്ല, ഇവർ രണ്ടുപേരുമാണ്. ആ അവസ്ഥയാണ് ഹെറ്ററോപാറ്റേണൽ സൂപ്പർഫിക്കൻഡീഷൻ എന്ന് പറയുന്നത്. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ബീജം ആ സ്ത്രീയുടെ എഗ്ഗായിട്ട് ഫോം ചെയ്തിട്ടാണ് ഈ ഇരട്ട കുട്ടികൾ ഉണ്ടായത്. ഇങ്ങനൊരു പ്രിമൈസ് ഒരു ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ചിരിച്ചു മറിയാനുള്ള ഇഷ്ടം പോലെ അവസരങ്ങൾ സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവരാൻ പറ്റും. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ വിക്കി കൗശൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത കാര്യം. വിക്കി കൗശൽ ഏത് സിനിമയിൽ അഭിനയിച്ചാലും മൂപ്പര് ചെയ്യുന്ന റോള് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഇപ്പോൾ ഡങ്കി, രാജ്കുമാർ ഹിറാനിയുടെ പടം, ഷാറുഖ് ഖാൻ ആണ് അതിലത്തെ പ്രധാന ക്യാരക്ടർ. പക്ഷെ വിക്കി കൗശലിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ഉണ്ട്. മൂപ്പര് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അടിപൊളിയാണ്. ആ പടം എനിക്ക് വർക്കായില്ല, പക്ഷെ വിക്കിയുടെ പോർഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. അങ്ങനെ ചെയ്യുന്ന റോള് വൻ കിടലായിട്ട് ചെയ്യുന്ന ഒരു ആക്ടർ ആയതുകൊണ്ടാണ് ഈ സിനിമ കാണാൻ പോയിട്ട് വിക്കി കൗശലിനോട് എനിക്ക് എന്ത് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത് അങ്ങനെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. മൂപ്പര് സ്ക്രീനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആരും ആളുടെ മുകളിൽ പെർഫോം ചെയ്യില്ല, അത്രയും കിടലായിട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട്. പക്ഷേ വിക്കി കൗശലിനെ എൻ്റെ അടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ഓഫർ ചെയ്യാനില്ല. കുറേ തമാശകളുണ്ട്, അതിൽ കുറേയൊക്കെ ലാൻഡായിട്ടുണ്ട്. ആ ലാൻഡായ ജോക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു മറിയാൻ പാകത്തിലുള്ള ഫണ്ണിയാണ്. പക്ഷെ കുറേ എണ്ണം ലാൻഡായിട്ടില്ല. പിന്നെ ഭയങ്കര സ്പീഡിൽ പോണ ഒരു സ്ക്രീൻ പ്ലേ. സംഭവം കോമഡി പടമാണ്, ഫണ്ണാണ്, അത് മനസ്സിലാവും. എന്നാലും നമ്മൾക്ക് ചിരിക്കാൻ തോന്നണമെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ വരണമല്ലോ. ആ കണക്ഷൻ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്ട് പെട്ടെന്ന് പോയ പോലെ ഉണ്ട്. പിന്നെ അൺവാണ്ടഡ് ആയിട്ട് കുറച്ച് സോങ്സ്, അത് ആ സോങ്സിന്റെ പ്ലേസ്മെന്റ് ഒന്നും അത്ര ഭയങ്കര കിടലായിട്ട് തോന്നില്ല. പിന്നെ സോങ്സും വൻ കിടലായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒരു ലോഡ് ഹിന്ദി പടങ്ങളിലത്തെ റെഫറൻസുകൾ, കുറേ ഹിന്ദി പടങ്ങളുടെ റെഫറൻസ്, കുറേ പഴയ ഹിന്ദി പാട്ടുകൾ വീണ്ടും ഉപയോഗിച്ചേക്കുക, അങ്ങനെയൊക്കെ. അത് ഉപയോഗിക്കണോണ്ടല്ല, ആ റെഫറൻസുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിപ്പോയി. റെഫറൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി സിറ്റുവേഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ സിനിമ തന്നെ ഉണ്ടാക്കി എന്നുള്ള അവസ്ഥയ്ക്കൊക്കെ എത്തി. അങ്ങനെ കഴിഞ്ഞപ്പോൾ കുറെ കല്ലുകടിയൊക്കെ തോന്നി. പിന്നെ ഭയങ്കര ഓവർ സ്കോറിങ്ങും. അതായത് ഒരു ക്യാരക്ടർ വന്നാൽ അയാളുടെ പേര് പറഞ്ഞിട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരിക, സ്ക്രീനിൽ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരിക, എല്ലാം നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. സിനിമ നമ്മൾക്ക് കണ്ടു മനസ്സിലാക്കാനോ നമ്മുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കാനോ സമ്മതിക്കാത്ത രീതിയിലത്തെ ഒരു സ്റ്റോറി നരേഷനൊക്കെ, അങ്ങനെ മൊത്തത്തിലൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. വിക്കി കൗശലിന്റെ അടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഈ പടത്തിനെ പറ്റി അഭിപ്രായം. ആമസോൺ പ്രൈമാണ് ഇതിന്റെ റൈറ്റ്സ് എടുത്തേക്കണേ. പ്രൈമിൽ എന്തായാലും ഈ സിനിമ വരും. വിക്കി കൗശലിനെ സ്ക്രീനിൽ കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഒന്ന് ചിരിച്ചിരിക്കാനും ഒരു ഫൺ മൂഡിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റുമെങ്കിൽ ഈ സിനിമ കാണാം. അതർവൈസ് ഇതിന്റെ നരേറ്റീവിലും പ്രശ്നങ്ങളുണ്ട്, സിനിമ എടുത്തു വെച്ചേക്കണേലും പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എന്നാലും കാണണ്ടെന്ന് ഞാൻ പറയില്ല. ഒരു വൺ ടൈം വാച്ചിനുള്ള പടമൊക്കെ ഉണ്ട്, കണ്ടു നോക്ക്. കണ്ടിട്ട് അഭിപ്രായം പറ. അപ്പോൾ ഓക്കെ, അടുത്ത പടത്തിന്റെ വിശേഷമൊക്കെ ആയിട്ട് വരാം.